അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളുടെ തെദിരീബാത്തുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് തെദിരീബാത്തുകളിൽ നിന്നാണ്. അതുപോലെ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി എക്സാം പോയിന്റ്സ് എന്ന രീതിയിൽ വീഡിയോ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഗൾഫ് നാടുകളിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ ഇതിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്ലാസ്സുകളെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ഓരോ പാഠത്തിലെയും തെദിരീബാത്തുകൾ പഠിക്കാം. നമുക്ക് എഴുതാം. ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. 1. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. 2. വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. വസ്ത്രം നന്നായി കഴുകണം. 3. പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. 4. ഖൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. കിബിർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് ഖൽബിനെ ശുദ്ധമാക്കണം. അടുത്തത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. 2. ആശയം കണ്ടെത്തി എഴുതാം. നളിഫു അഫ്നിയതകും, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 2ാം പാഠത്തിലെ തെദിരീബാത്തുകൾ പഠിക്കാം. ഉത്തരം എഴുതാം. 1ാമത്തെ ചോദ്യം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? ഇടതുകാൽ മുന്തിക്കണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇടതുകാൽ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ. 2. വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലണം. ഇനി നമുക്ക് 3ാം പാഠത്തിലെ തെദിരീബാത്ത് പഠിക്കാം. ഉത്തരം പറയാം. എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. 2ാമത്തെ ചോദ്യം, സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അമിത വ്യയം എന്തായിരുന്നു? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. 3ാമത്തെ ചോദ്യം, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വുളൂഇൽ അമിത വ്യയം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇനി നമുക്ക് 4ാം പാഠത്തിലെ തെദിരീബാത്ത് പഠിക്കാം. ഉത്തരം എഴുതാം. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏത്? പ്ലാസ്റ്റിക്. 2ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും എങ്ങനെ? ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തിയും പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. 3ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ? ഭക്ഷണം വഴിയും കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴിയും അത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തും. 4ാമത്തത്, പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. പൂരിപ്പിച്ച് ആശയം എഴുതാം. പൂരിപ്പിക്കും വേണം, അർത്ഥം ഏതും വേണം.
ലൊഹറൽ ഫസാദു ഡാഷ് ബിമാ കസബത് ഐദിന്നാസ്. എന്താണ്? ലൊഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. എന്താണ് ഇതിന്റെ അർത്ഥം? മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു.